ഗ്രേഡ് 10 ഗണിതശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. അധ്യായം 2 വൃത്തങ്ങൾ പാർട്ട് 10 പേജ് 59 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. PQRS ചതുരമല്ലാത്ത ഒരു സാമാന്ത്രികമാണെന്ന് എടുത്തു. ഇനി ഇത് ചക്രീയമല്ലെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചക്രീയമാണെന്ന് സങ്കല്പിക്കുന്നു. അത് ചക്രീയമാണെന്ന് സങ്കല്പിക്കുക. ഇനി ചക്രീയമായതുകൊണ്ട് എന്താണ്? എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. അതായത് കോൺ ക്യൂവും കോൺ എസും എതിർകോണുകൾ, അവയുടെ തുക 180 ഡിഗ്രി. കോൺ പിയുടെയും കോൺ ആറിൻ്റെയും തുക 180 ഡിഗ്രി. അപ്പോൾ ഇത് 1ഉം 2ഉം. ഇനി PQRS സാമാന്ത്രികമാണല്ലോ. സാമാന്ത്രികത്തിൻ്റെ പ്രത്യേകത എന്താ? എതിർകോണുകൾ തുല്യം. കോൺ ക്യൂ സമം കോൺ എസ്, കോൺ പി സമം കോൺ ആർ. ഇനി ഇവിടെ നോക്കുക, ഈ ഇക്വേഷൻ 1ഉം 3യും കൂടെ നോക്കിക്കേ. കോൺ ക്യൂ പ്ലസ് കോൺ എസ് 180 ആണ്. രണ്ടും തുല്യമാണ്. അപ്പോൾ രണ്ടും തുല്യമാകുമ്പോൾ തുക 180 വരണം. ഓരോന്നും 90 ഡിഗ്രി വീതം വരണം. അതുപോലെ തന്നെ കോൺ പി പ്ലസ് കോൺ ആർ 180 ആണ്. രണ്ടും തുല്യമാണ്. അപ്പോൾ ഓരോന്നും 90 ഡിഗ്രി വീതം വരണം. 1-3 നിന്നും കോൺ ക്യൂവും കോൺ എസും 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. 2-3 നിന്നും കോൺ പിയും കോൺ ആറും 90 ഡിഗ്രി എന്ന് കിട്ടുന്നു. എല്ലാ കോണുകളും 90 ഡിഗ്രി ആയതുകൊണ്ട് PQRS ചതുരമാണെന്ന് കിട്ടുന്നു. അതായത് ചതുരമല്ലാത്ത സാമാന്ത്രികം ചക്രീയമാണെന്ന് നമ്മൾ സങ്കല്പിച്ചപ്പോൾ അത് ചതുരമാണെന്ന് കിട്ടി. അതായത് ചതുരമല്ലാത്ത സാമാന്ത്രികം ചക്രീയമല്ല. നമ്പർ 4, സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. പാർശ്വമല്ലാത്ത ലംബകം എന്ന് പറയുമ്പോൾ ഇവിടെ ABയും CDയും സമാന്തര വശങ്ങളാണ്. സമാന്തരമല്ലാത്ത വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കില്ല. AD സമമല്ലായിരിക്കും BC സമപാർശ്വമല്ലാത്ത ലംബകത്തിൽ. അതുപോലെ തന്നെ സമപാർശ്വ ലംബകത്തിന് ഈ പാദകോണുകൾ തുല്യമായിരിക്കും. കോൺ A സമം കോൺ Bയും കോൺ D സമം കോൺ Cയും ആയിരിക്കും. എന്നാൽ സമപാർശ്വമല്ലാത്ത ലംബകത്തിൽ കോൺ A സമമല്ല കോൺ B, കോൺ D സമമല്ല കോൺ C. ഇനി ഇത് രണ്ട് സമാന്തര രേഖകളാണ്. സമാന്തര രേഖകളെ ഛേദം ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന കോണുകൾ രണ്ടും കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് കോൺ D പ്ലസ് കോൺ A 180 ഡിഗ്രി ആയിരിക്കും. കോൺ C പ്ലസ് കോൺ Bയും 180 ഡിഗ്രി ആയിരിക്കും. CD സമപാർശ്വ അല്ലാത്ത ലംബകം ആയതുകൊണ്ട് കോൺ A ഈ പാദകോണുകൾ തുല്യമല്ല. കോൺ A സമമല്ല കോൺ B, കോൺ D സമമല്ല കോൺ C. ഇനി ഇത് രണ്ട് സമാന്തര രേഖകളെ ഛേദം ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന ആന്തര സഹകോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് കോൺ A പ്ലസ് കോൺ D 180 ഡിഗ്രി ആയിരിക്കും. കോൺ B പ്ലസ് കോൺ Cയും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ സമവാക്യം 1 കോൺ Aക്ക് വരെ നമ്മൾ കോൺ B കൊടുക്കുന്നു. Aയും Bയും തുല്യമല്ലാത്തതുകൊണ്ട് കോൺ A പ്ലസ് കോൺ D 180 ഡിഗ്രിയാണ്. അപ്പോൾ Aയോട് D കൂട്ടിയാൽ 180 കിട്ടുന്നു. Aക്ക് തുല്യമല്ലാത്തൊരു കോൺ Aക്ക് പകരം കൊടുത്താൽ ആ തുക 180 വരികയില്ല. കാരണം 5 പ്ലസ് 4 = 9. 5ന് പകരം നമ്മൾ 2 കൊടുത്താൽ 2 പ്ലസ് 4 9 കിട്ടുകയില്ല. തുല്യമല്ലാത്ത സംഖ്യ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ കോൺ Aയുടെ സ്ഥാനത്ത് Aക്ക് തുല്യമല്ലാത്ത B ആണ് കൊടുത്തത്. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടുമ്പോൾ അതിന് തുല്യമല്ലാത്ത ഒരു കോൺ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇത് 180 കിട്ടുന്നില്ല. അതായത് 180 കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺ Bയുടെയും കോൺ Dയുടെയും തുക 180 അല്ല എന്ന് പറഞ്ഞാൽ ഇത് ചക്രീയ ചതുർഭുജമല്ല. ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്.